ആയിട്ടുള്ള ഒരു മനുഷ്യനും കവടി നിരത്തുന്നത് പോലെ ഒരാളെ ഡയഗ്നോസ് ചെയ്യൂല. ഹായ്, മൈസെൽഫ് സ്റ്റെഫി ജസ്റ്റിൻ. ഐ എം എ സെക്കൻഡ് ഇയർ PG ക്ലിനിക്കൽ സൈക്കോളജി സ്റ്റുഡൻറ്റ്. ഇതൊരു അവയർനെസ് വീഡിയോ ആണ്, ഒരു റിയാക്ഷനോ മറ്റൊന്നുമല്ല, ജസ്റ്റ് ഒരു കാര്യം ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. കഴിഞ്ഞ ദിവസം ഒരു സ്ത്രീ ഇൻസ്റ്റഗ്രാമിൽ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നു. ആ വീഡിയോയിൽ പറയുന്ന വ്യക്തി തൊട്ടടുത്ത് തന്നെ ആത്മഹത്യ ചെയ്യുന്നു. അതിനുശേഷം ആ വീഡിയോയ്ക്ക് ക്ലാരിറ്റിയുമായിട്ട് വേറെ കുറേ വീഡിയോസ് ഒക്കെ ആ വ്യക്തി പോസ്റ്റ് ചെയ്യുന്നുണ്ട്, ആ സ്ത്രീ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ നടക്കുന്നതിൻ്റെ ആ വീഡിയോയുടെ ഒക്കെ താഴെ വരുന്ന കുറച്ചധികം കമൻസ് ആണ്, ഒരു സൈക്കോളജിസ്റ്റ് ആണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, ഇത്രയൊക്കെ പഠിച്ചിട്ടും ഇവരിങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അവർ കൃത്യമായിട്ട് പഠിച്ചൊരു സൈക്കോളജിസ്റ്റ് ആണെന്ന്? മിനിമം 5 വർഷം പഠിക്കുമ്പോഴാണ് ഒരാൾ ഒരു സൈക്കോളജിസ്റ്റ് ആകുന്നത്, ഒരു കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റ് ആകുന്നത്. 3 വർഷത്തെ ഡിഗ്രി, 2 വർഷത്തെ PG, ഇപ്പം അത് 4 വർഷത്തെ ഡിഗ്രിയും അങ്ങനെയായിട്ട് മാറിയിട്ടുണ്ട്. ഇത്രയും വർഷം പഠിക്കുന്നു, അതിൻ്റെ കൂട്ടത്തിൽ ഇന്റേൺഷിപ്പ്, എക്സ്പീരിയൻസ്, ട്രെയിനിങ്. ഈ ട്രെയിനിങ്ങിലും ഇന്റേൺഷിപ്പിലും എക്സ്പീരിയൻസിലും ഒക്കെ റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ പഠിക്കുന്ന ഒരു കാര്യമുണ്ട്, എത്തിക്സ്, കോൺഫിഡൻഷ്യാലിറ്റി എന്നൊക്കെ ഉള്ളത്. ആൻഡ് ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു മനുഷ്യനും കവടി നിരത്തുന്നത് പോലെ ഒരാളെ ഡയഗ്നോസ് ചെയ്യൂല. നിങ്ങളുടെ മുഖം കണ്ടിട്ട് അയ്യോ നിങ്ങൾക്ക് ഇന്ന അസുഖമാണ് എന്നും ഒരു സൈക്കോളജിസ്റ്റ് പറയത്തില്ല. നിങ്ങൾക്ക് അപ്പം മനസ്സിലാക്കാം അവരൊരു കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റ് അല്ല, അവരവിടെ ഒരു ഫ്രോഡ് ആയിട്ടാണ് നിൽക്കുന്നത്. എങ്ങനെയാണ് കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റ് എന്ന് പറയുന്ന ഒരു ലേബിൾ വെച്ച് നല്ല പോലെ സംസാരിക്കാൻ കഴിവുണ്ട് എന്നൊരൊറ്റ കാരണം കൊണ്ട് സൈക്കോളജി ആണ് അവർ പറയുന്നതെന്ന് മറ്റുള്ളവരെയൊക്കെ അവർ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഒരിക്കലും ഒരു കൊമേഴ്സ് പഠിച്ചതിന് ശേഷം എങ്ങനെയാണ് ഇവർക്ക് ഈ ലേബിൾ വെച്ചിട്ട് ഇങ്ങനെ സംസാരിക്കാൻ പറ്റുന്നതെന്ന് മനസ്സിലാകുന്നില്ല. നിങ്ങൾ മനസ്സിലാക്കുക, 5 വർഷം കഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ അത്രത്തോളം ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു വ്യക്തി ഇങ്ങനെ സംസാരിക്കില്ല. അവർക്ക് അതിനെ പറ്റിയിട്ട് ഒരു ധാരണയുമില്ല. അവർ പറയുന്ന വീഡിയോ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ChatGPT നിങ്ങൾ അതിനെ പറ്റി സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന കുറേ ടേംസ് ഉണ്ട്. ആ ടേംസ് ആണ് അവർ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്, അല്ലാതെ അത് സൈക്കോളജിസ്റ്റ് അല്ല. ഒരു സൈക്കോളജിസ്റ്റും കവടി നിരത്തിയോ മുഖം നോക്കി ഇതുപോലെ ഡയഗ്നോസ് ചെയ്യാൻ പോകുന്നില്ല. ഇത്രയും കഷ്ടപ്പെട്ട് പഠിക്കുന്ന കുറേ മനുഷ്യന്മാരെ കൂടെയാണ് നമ്മൾ തെറ്റിദ്ധരിക്കുന്നത്. ഒരു സൈക്കോളജിസ്റ്റ് അല്ലെങ്കിൽ ഏത് മെന്റൽ ഹെൽത്ത് പ്രൊഫഷണൽ ആയിക്കോട്ടെ, സപ്പോർട്ട് ചെയ്യാനും നിങ്ങളോടൊപ്പം കൂടെ നിൽക്കാനായിരിക്കും ആഗ്രഹിക്കുന്നത്. ഒരിക്കലും ഇങ്ങനൊരു പ്രവൃത്തി അവർ ചെയ്യത്തുമില്ല, അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ മരണത്തിലേക്ക് ഒരു സൈക്കോളജിസ്റ്റ് നിങ്ങളെ എത്തിക്കത്തുമില്ല. സോ നിങ്ങളൊരു തെറാപ്പിക്കോ അല്ലെങ്കിൽ ഒരു മെന്റൽ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യത്തിലേക്ക് നിങ്ങൾ പോകാൻ നേരത്ത് നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ആവശ്യമില്ലാത്ത എന്തൊക്കെ ക്വാളിഫിക്കേഷനാണ് ആ വ്യക്തിക്ക് ഉള്ളത്, ഇവർ ഈ ഡെസിഗ്നേഷൻ എടുക്കാൻ വേണ്ടിയിട്ടുള്ള പ്രോപ്പർ ക്വാളിഫിക്കേഷൻ ഈ വ്യക്തിക്കുണ്ടോ എന്ന് നിങ്ങൾ നോക്കുക. കാരണം നമ്മൾ ഇങ്ങനൊരു സൊസൈറ്റിയിലാണ് ഇന്ന് ജീവിക്കുന്നത്.